Hello guys, welcome back to the IPK multiplication of the Asiatic and nothing. നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ ഇട്ടിരിക്കുകയാണ്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഈ വില്ലൻ നമുക്ക് ഗൈസ് കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു സാധനമാണ് ഈ ഗെയിം നമ്മൾ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിട്ട് ഈ വില്ലനെ കളിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കിരിക്കാറ്റ് ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ വീഡിയോ തന്നെ എല്ലാവരും ലൈക്കുകൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ലൈക്ക് ഏകദേശം 11K ഓക്കെ. സോ മാക്സിമം ലൈക്കുകൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ടും ഞാൻ അധികം വെളിച്ചെടുത്തൊന്നുമില്ല. ഓക്കെ ഗൈസ്, കെമോൺ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിവിടെ ഈസി മോഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പേര് കൊടുക്കാൻ സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മന്തിന്ന് കൊടുത്താം. ഓക്കെ ഗൈസ്, ഒക്കെ നമ്മൾ പേരൊക്കെ സെറ്റാക്കി. ഓക്കെ, നമ്മൾ കളിക്കാൻ പോവാണ്. പ്ലേ കൊടുത്ത് നമ്മൾ പിന്നല്ല ഇവിടെ ഓക്കെ പ്ലേ കൊടുത്ത് നമ്മൾ തുടങ്ങും. യെസ് ഗൈസ്, നമ്മളിങ്ങനെ ഒരു ക്യാറ് കയറി പോവാണ്. ക്യാറ് കയറും നമ്മൾ ഡ്യൂറേക്ക് പോകുന്നു. ചുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ക്യാറുമായി ചീറിപ്പഞ്ഞ് പോവുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഓക്കെ, ഇത് ബോറിംഗ് ഹാൻഡ് ഡ്രൈവാ. എന്നാൽ നമ്മൾ ഏതോ ഒരു വീടിൻ്റെ മുന്നിലെത്തി എത്തുന്നു. അത് നമ്മൾ ചാടി ഇറങ്ങുന്നു. പുതിയ സ്കൂളിൽ നമ്മൾ നട്ടപ്പാടി അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ദേ ഒരു സർപ്രൈസ്. ഓക്കെ, എന്നെ കൊണ്ടുവിട്ടമാരതാ നാട് വിടുന്നു. ഞാൻ നമ്മൾ നക്ഷത്രങ്ങൾ കാണുന്നു. വാവ്, സത്യം പറഞ്ഞാൽ ഗ്രാനൈറ്റ് ഒരു കുഞ്ഞനെ തെരിഞ്ഞ് കുഞ്ഞ് ചേട്ടത്തിയായിട്ടാണ് ഇപ്പം നിങ്ങൾ വരുന്നത്. ഓക്കെ, ഡേ 1 ആയിട്ടുണ്ട്. ഓക്കെ, ഐ ആം മന്തി ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഗുഡ്. കഴിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞിയായിട്ട് നമ്മുടെ മെയിൻ ഡോർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നതൊക്കെ. വളരെ സിമ്പിളാണ് ചെയ്യാന്ന് പറയുന്നത്. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു അലമാരുണ്ട്. പിന്നെ ഇവിടെ ഒരു ബുക്കാണ് കണ്ട് 9 വലിയ ബുക്കാണ്. ഓക്കെ, ബുക്കിനൊന്ന് മൈൻഡ് ചെയ്യണ്ട, പൈസ കൊടുക്കണം. പിന്നെ ഇവിടെ ഡ്രോ ആയി കിടക്കി തുറക്കാൻ പറ്റിയിരുന്നു പണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ മച്ചി മറ്റേ ആനക്കൊമ്പൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ എന്താ ഓക്കെ 9 സീക്രട്ട് എൻട്രി. ഓക്കെ, സോ നമുക്ക് എവിടേക്കൊക്കെ പോയി നോക്കാം. വെറുതെ ചുമ്മാ ഭയങ്കര വൃത്തിയായിട്ട് വെച്ചാൽ അവിടെ വെക്കണ്ട. ഓക്കെ, എന്തോ ഒരു വൃത്തിക്കെട്ട് വെച്ചാൽ സുഖമില്ല കേൾക്കാൻ. നമുക്ക് വേഗം മുന്നോട്ട് പോവാം. ഇതിനിടയിൽ ഇവിടെ ഒരു അമ്മച്ചി കറങ്ങി നടപ്പുണ്ടാകും. പെട്ട സീനാണ്. ഓക്കെ, അയ്യോ ഓടി ചെറ്റപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തിരിഞ്ഞു നോക്കണം. പക്ഷേ തിരിഞ്ഞു നോക്കാൻ എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്. വേഗം ഓടിപ്പോടെ, ഡോർ നടന്ന് കുടിഞ്ഞ് നിൽക്കല്ലേ. ചെറ്റമ്മോ, കിളിക്കൂറ് പറ പെട്ടെന്ന്. ദേരിയോട് വരുമെന്തോ. ഓക്കെ, എന്നാ ഞാൻ നമ്മൾ എന്തൊക്കെയോ കാണിച്ച് എവിടേക്കോ എത്തി. ഒരു സമാധാനം ഉണ്ടായിക്കൂടി. ഓക്കെ, പുള്ളിക്കാരി വരണില്ലാന്ന് തോന്നുന്നു. എങ്ങാനും പുറകെ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പം ചമ്മി നാറി ഏറെ കയറിനെ. ഉയ്യോ, എൻ്റെ അമ്മോ, ചെറിയൊരു ആശ്വാസം ഉണ്ടെന്നാണെങ്കിൽ പറയാം. ഓക്കെ, പുള്ളിക്കാരിന് വരൂ ആയിശ്ശേരി ഇവിടെ വഴിയില്ല. ബെസ്റ്റ് തിരിഞ്ഞോടാ എൻ്റെ മോനിപ്പോൾ അവിടത്തെ വഴിയും കൂടി പോവും. എൻ്റെ ഇവർ മറ്റേ ചാമ്പിക്കോട്ട ഉണ്ടാക്കി കളിക്കുന്നുണ്ട് ഇടയിൽ കൂടെ. ഈ വില്ലൻ്റെ ഒരു കുസൃതികളെ. ഇതിനിടയിൽ ഇപ്പം നമ്മളിനി എന്ത് കാണിക്കുന്നതാണ് ഞാൻ ആലോചിക്കണേ. പുള്ളിക്കാരി പിരിവഴി വരുവോ? ഇല്ല, വരൂലായിരിക്കും. നമ്മളടുത്ത കളി കൈസ് നമ്മളൊരു പെട്ടിനുള്ളിൽ വിളിച്ചിരുന്നത്. പിന്നെ അല്ല, പുള്ളിക്കാരി വരേണ്ടതാണ് ഇങ്ങോട്ട്. ബേസിക്കലി ഞാൻ സാധനം അവിടെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ശബ്ദമൊക്കെ ഇട്ട് വരേണ്ടതാണ്. ഗായ്സ് ദേ അങ്ങോട്ട് നോക്കൂ, 2 കാലുകൾ കാണുന്നുണ്ടോ? എൻ്റെ മോത പെണ്ണുങ്ങളെ കാലാണ്. സീനാണ് പുള്ളി. ദേ കണ്ട താറാവൊക്കെ പോണ പോലെ പോയി. നമുക്കാണെ വെറുതെ മെല്ലെ പുറത്തിറങ്ങി നോക്കാം. പക്ഷെ കണ്ടാ പിന്നെ തീർന്ന് കാറ്റ് പോവും, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് മെല്ലെ അതായത് ആരും ഡോറൊക്കെ അടച്ചു നോക്കാൻ. ചിലപ്പോൾ ഇനിയിപ്പോൾ എന്നാലും ഡോറൊക്കെ അടയ്ക്കുന്ന ശബ്ദം കേട്ട് പുള്ളിക്കാരി വന്നാലോ എന്ന് എനിക്ക് ലൗട്ടില്ല. ദേശ് ഞാനിങ്ങനെ സകല ധൈര്യം സംഭരിച്ച് ഓക്കെ ഇറങ്ങാൻ പോണെയാണ്. ചിലപ്പോൾ ചത്തു നൂരും. ഒരു ജസ്റ്റ് മിസ് എന്നാണ് പറയാം. ഓക്കെ, പുള്ളിക്കാരൻ നടന്നു പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ തന്നാലും ടാസ്ക്കാണ്. ഇപ്പം എന്ത് കാണിക്കും? ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. ട്രാപ്പായി. പിടിക്ക് ഗത്തമായി. ഗൈസ്, ആ പെണ്ണുങ്ങളൊന്ന് മൂളിപ്പാട്ടൊക്കെ പാടണ്ട അവിടെ നിന്നിട്ട്. പിന്നെ ഹാമ്പി എൻ്റെ കാറ്റ് കളയാൻ. അയ്യോ ഗൈസ്, അങ്ങനെ കുറേ നേരം ഞാനിവിടെ ഇരിക്കണം. ഓക്കെ, പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ നിന്ന് മെല്ലെ പോയി നോക്കാം. വെൽക്കം മൈ ഡ്രാഗൺ ബോയ്. ഉയ്യോ, ഒടുക്കത്തെ സീനി എൻ്റെ അമ്മോ.
ഗൈസ് ഇത് എനിക്ക് പുള്ളിക്കാരൻ മെല്ലെ പറഞ്ഞാൽ അതുകൊണ്ട് ഇത്തിരി പേടി പറഞ്ഞു. അയ്യോ വീട്ടിലൊക്കെ വന്നിരുന്ന അടപ്പ് തീർച്ചേനെ. എൻ്റെ അമ്മോ എങ്ങനെയൊക്കെയോ വെട്ടിച്ച് നമുക്ക് ഇനി മേലേക്ക് വിടാം. പെട്ടെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ രോമാറ്റിഫിക്കേഷനായി. ഇജാതി സാധനം. എൻ്റെ അമ്മോ ഓക്കെ നമുക്ക് ഇനി ഇവിടെ വിളിച്ചിരിക്കാം. ഓക്കെ ഇവിടെ അതായിരിക്കും നടക്കുള്ളൂ. ഓക്കെ അവിടെയുള്ള പെട്ടിയും വീണ് കണ്ട ചാമ്പിക്കോ പടമൊക്കെ താഴെ വീണ് ഇനി പാപ്പനങ്ങൾ അതും അന്വേഷിച്ച് വരും. അയ്യോ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി തുടങ്ങി. ഗൈസ് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കാര്യം. ഓക്കെ നമ്മൾ സെക്കൻഡ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ അതിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ബ്ലോപെക്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ അതിൽ നമ്മൾ ഡബ്ബിംഗ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കണേ. സോ അതിലൊന്ന് തീരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ബൈ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഇവിടെ ഇരുന്ന് മൂക്കിപ്പല്ലോ നോക്കേ. എൻ്റെ അമ്മ പുള്ളിക്കാരി ചിലപ്പോൾ വരും. ഇവൻ്റെ രോമാഞ്ചിഫിക്കേഷൻ അടിക്കാൻ വയ്യ. ഓക്കെ നമുക്കിനി മെല്ലെ താഴേക്ക് അടി നോക്കാം. ഞാൻ ഒരു വട്ടം ഇതേപോലെ ചടിയിട്ടാൽ തീൻ്റെ ഉള്ളിൽ പോയി വീണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സീനുള്ളതുകൊണ്ട് ഇവിടെ ചാടാനും പേടിയാ. നമ്മൾ എങ്ങനെയൊക്കെ ചാടി മാനേജ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ചൂടൊക്കെ ഉണ്ടാവേണ്ടതാണൊക്കെ. ഇവിടെ അതില്ല. കൈസ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത്? പെണ്ണുങ്ങളിത് എവിടെയൊന്നും കാണുന്നുമില്ല. അയ്യയ്യേ ഇനിയിപ്പോൾ ട്രാപ്പ് ഡോർ നോക്കുമ്പോൾ പെണ്ണു വരും. കൈസ് എങ്ങനെ സിറ്റുവേഷൻ എങ്ങനെ കൂളായി പോവാണ്. നമുക്ക് മേലോട്ട് പോയി നോക്കാം. അയ്യോ ഇതെന്താണ് കുമ്പിടിയാ? എവിടെ തിരിഞ്ഞാൽ ഈ പെണ്ണുങ്ങളാണുള്ളത്? മര്യാദയ്ക്ക് ശ്വാസം വിട്ടിട്ട് 5 മിനിറ്റായി. എവിടെ തിരിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ? ഏറ്റവും ബെസ്റ്റ്. അയ്യോ ശബാഷ്. ഈ വീട്ടിലെല്ലാം കൂടി ഒറ്റ വഴിയുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ തിരിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ വായൻ്റെ ഇടയ്ക്കാണ് പോണേ. എന്തോ. ഓക്കെ നമുക്കിവിടെ നിന്ന് ബുദ്ധിപരമായി കളിക്കാം. പിന്നെ ഈ വഴി വരികയാണെങ്കിൽ നമ്മൾ ആ വഴിയോടും, ആ വഴി വരികയാണെങ്കിൽ ഈ വഴിയോടും. എന്തായാലും ഓടണം എന്നുള്ളത് ഉറപ്പായി. ഓക്കെ എന്താ പുള്ളിക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ ചെക്കനെ പിടിക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മളാണ് അതിനനുസരിച്ച് ഓടുന്നു. ഇവിടേക്ക് വഴിയില്ല. അയ്യോ എന്തോ ഇതെങ്ങോട്ട് ഓടണം. സത്യം പറഞ്ഞാൽ സമനില തെറ്റിയോന്നൊരു സംശയമുണ്ട്. എങ്ങനെയൊക്കെയോ നമ്മൾ മേലേക്ക് കയറി. വലിയ ശല്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ മേലെ കുന്തമ്പാട് നിൽക്കുന്നുണ്ടാവും. ഇല്ല കുഴപ്പമില്ല. ഇവിടെ എവിടെയാണ് കിച്ചൺ. ഓക്കെ കിച്ചണിൽ പോകുന്നു. ഇലക്ട്രിക് വയർ കിട്ടിയാൽ അവിടെ നിന്ന് എടുക്കുന്നു. ഓക്കെ അവിടെ ചൂരുണ്ട്. സെറ്റ് സംഭവം ചൂര് എവിടെയോ പ്രയോഗിക്കണമായിരുന്നു. പക്ഷെ എവിടെയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. മറന്നും പോയി. ഓക്കെ 2 വട്ടം കളിച്ചിരുന്നു. പക്ഷെ എന്നാലും ഓർമ്മ കിട്ടാനില്ല. എവിടെ പോയോ എന്തരോ. എവിടെ ഇല്ല ഗൈസ് ഇവിടെയില്ല. പുള്ളിക്കാരി ഉണ്ടോ നോക്കട്ടെ. ഇവിടെയാണെ സുഖമുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് എത്തി വയ്ക്കിയിട്ട് സ്റ്റെപ്പ് കയറുന്നുണ്ട് കാണാം. അങ്ങനത്തെ ഒരു സുഖമുണ്ട്. ഓക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെയാണോ ഞാൻ കളിക്കാറില്ല. ഞാൻ ചിറാപ്പുഞ്ചി പോയി മണ്ണെടുക്കുമ്പോൾ പുള്ളിക്കാരുടെ സ്റ്റെപ്പ് കയറി വരണേ. എന്തുവാടേ ഇത്? ഓക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ അങ്ങനെ താഴെ എത്തി. ഓക്കെ സുഖസുന്ദരമായി പോവാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിൻ്റെ കണ്ടില്ലാന്ന് തോന്നുന്നു. ഗൈസ് എൻ്റെ ആത്മാവ് വേണം ലോകത്തെത്തി. എൻ്റെ അമ്മോ ഇതെന്ത് ശബ്ദാവ്? എൻ്റെ അമ്മോടെ എവിടെ തിരിഞ്ഞാൽ ഈ പെണ്ണുള്ളത് എന്താണ്? ഇരട്ടയാണോ ഇത്? അവിടെ ഇവിടെയൊക്കെ ഇതാണല്ലോ. എൻ്റെ തന്നെ വീടുണ്ട്. ഇത് എങ്ങനെ ഇത് ഓടിക്കേറി വരുന്നത്? എൻ്റെ അമ്മ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പത്താടും താഴേക്ക്. ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. മാത്രം നടത്തി കളിക്കല്ലേ ഇതിൻ്റെ കൂടെ. ഇവിടെ വേറെ എന്തൊക്കെയോ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഓർമ്മയും കിട്ടുന്നില്ല. ലെവല് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ബോധം വരെ പോയി. ഗൈസ് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്ക് ഓർമ്മ വന്നേ. ഓക്കെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി താഴെ പോയി നമ്മൾ ഇത് തുറക്കണം. ഗേറ്റ് തുറക്കണം. ഷട്ടർ തുറന്നിട്ട് അവിടെ ഉള്ളത് സെറ്റപ്പിന് ശേഷം ചെയ്യാനുണ്ട്. ഗൈസ് അപ്പോൾ ബേസിക്കലി പുള്ളിക്കാരൻ നമ്മളെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് അപ്പോഴേക്കും പോയി വേഗം ഷട്ടർ തുറന്നിട്ട് വേറെ അങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ എവിടെയാണ് കേട്ടോ ഷട്ടർ തുറന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ എന്തോ എടുക്കാനൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞ് പെറ്റെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കീ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ബേസിക്കലി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരുടെ ശ്രദ്ധ എത്തിക്കണം. നമ്മൾ വളരെയധികം ബുദ്ധിപരമായി ഇവിടെയുള്ള കണ്ടോ ഈ ഫോട്ടോ കൊണ്ട് തട്ടിയിടുക. ഓക്കെ തട്ടിയിട്ടിട്ട് പുള്ളിക്കാരി വരുന്നില്ല ഉറപ്പ് വരുത്തുക. തട്ടിയിടുന്നു. താഴെക്കൂടെ ചാടുന്നു. ഓക്കെ അതിൻ്റെ അവിടെയുള്ള ആ താക്കോട്ടെടുക്കുന്നു. നാടുവിടുന്നു. അതാണ് നമ്മളൊരു സെറ്റപ്പനേഷൻ പ്ലാൻ എന്ന് പറയണേ. വേഗം ചാടു പുട്ടാ. സമയങ്ങളല്ലേ. ഓക്കെ പോകുന്നു.
പുള്ളിക്കാരി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നു. സേഫാക്കുന്നു. ഓക്കെ, സേഫാക്കുന്നു. ഇനി ഇവിടുന്നാണ് നമ്മൾ താക്കോലെടുക്കണ്ടേ. ഓക്കെ, ഇവിടുന്ന് നൈസായിട്ട് ചാടി കിടക്കാം. മതിലൊക്കെ ചാടി കിടന്ന് ഇതിൻ്റെയൊക്കെ ഇവിടെ നിന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ നോക്കുക. ഇതിങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഒരു സാധനം വീഴാനുണ്ട്. ഒരു കുഞ്ഞി പെട്ടി, കുത്തിയാപ്പിൻ്റെ പെട്ടി. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരി ഇപ്പം വരേണ്ടതാണ്. ചുമ്മാ ഒരു സീനുണ്ട്. പുള്ളിക്കാരി വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഞാൻ ഒന്ന് മേലത്തെ ഫ്ലോറിൽ പോകുന്നു. നൈസായിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ എറിയ സാധനം. അപ്പം അത് പൊട്ടി താഴെ വീഴും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് താക്കോല് കിട്ടും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഏകദേശം കളിയെ ഇപ്പോൾ കൂളായി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ കയ്യിലായി. ഇനിയൊന്നും പേടിക്കാനില്ല. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരനെ കണ്ടോന്ന് എനിക്ക് ഡൗട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നൈസായിട്ട് വിളിച്ചിരുന്നതാണ്. കുറേ നേരമായി ഇപ്പോൾ പുള്ളിക്കാരനെ കാണുന്നില്ല. ആയം അവിടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേണേൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അത് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. എങ്ങനെ സംഭവിക്കാത്തമായി. ഇനി എന്താ സംഭവിക്കാണ്? ഡേ 2 വേഗം വാ, സമയമില്ല ഇവിടെ. ഐ ആം മന്തി, ഐ ആം ഗോയിങ് ടു ബി ഗോഡ്. സത്യം നമുക്കിനി ഒന്നുമില്ല. ഓക്കെ, ഇതാ ഇവിടെയുള്ള കീ എടുക്കുക. പുള്ളിക്കാരി വരുന്നുണ്ടോ നോക്കുക. നമ്മുടെ ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ അടുത്തുള്ള കീ എടുക്കുക. നൈസായിട്ട് ഇവിടെ ഒന്നും നോക്കാനില്ല. ഫുൾ സെറ്റാണ്. ഓക്കെ, കമോൺ യൂസ് യുവർ ബ്രെയിൻ. രക്ഷപ്പെട്ടു. പിന്നല്ല. അങ്ങനെ നമ്മൾ 10 മിനിറ്റിന് ശേഷം ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, വലിയൊരു സമാധാനം തന്നെയുണ്ട്. സോ ഗൈസ് മാത്രമേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, മാറ്റുമൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, കാരണം എൻ്റെ ആത്മാവ് പുറത്തു പോയൊരു വീഡിയോ ആണ് സാധനം അത്. ഗൈസിൻ്റെ ആത്മാവിന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ജിൽ ബൈ.